മാന്നാനം പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഓഗസ്റ്റിൽ പുനരാരംഭിക്കും. 24.83 കോടി രൂപ ചെലവിലാണ് പുനർനിർമ്മാണം നടക്കുന്നത്. പാലം നവീകരണത്തിനായി ജനപങ്കാളിത്തത്തോടെ സംഘാടക സമിതി രൂപീകരിച്ചു. മാന്നാനം NSS ഹാളിൽ ചേർന്ന യോഗം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. പെണ്ണർത്തോടെ ദേശീയ ജലപാതയിൽ ഉൾപ്പെട്ടതാണ് പാലം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വർഷക്കാലമായി മുടങ്ങാൻ കാരണമായത്. നീണ്ടൂർ അതിരമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മാന്നാനം നീണ്ടൂർ കല്ലറ റോഡിലെ പാലം പണി മുടങ്ങിയത് ജനങ്ങളെ വലച്ചിരുന്നു. ദേശീയ ജലപാതയുടെ മുകളിലുള്ള പാലങ്ങൾക്ക് നിയമമനുസരിച്ച് 41 മീറ്റർ നീളം, 12 മീറ്റർ വീതി, ജലനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരം എന്നിവ ഉണ്ടായിരിക്കണം. നിർമ്മാണം ആരംഭിച്ച പാലത്തിന് 10 മീറ്റർ നീളവും 4 മീറ്റർ വീതിയും മാത്രം ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് നിർമ്മാണം നിലച്ചത്. മന്ത്രി VN വാസവന്റെ ഇടപെടലിനെ തുടർന്ന് ദേശീയ ജലപാത മാനദണ്ഡങ്ങൾ പാലിച്ച് പാലം നിർമ്മിക്കാൻ പുതിയ അപേക്ഷ സമർപ്പിക്കുകയും പദ്ധതിക്ക് അന്തിമ അനുമതി ലഭിക്കുകയുമാണ് ചെയ്തത്. അപ്പൊ നടക്കാതിരുന്ന കാര്യങ്ങൾ നമ്മൾ അത്തരത്തിലുള്ള കൂട്ടരെ വിളിച്ചു വരുത്തി കൊണ്ടുവന്നപ്പോൾ നടക്കുന്ന രൂപത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്ടറും ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല രൂപത്തിൽ ഇടപെടുകയും നമുക്ക് എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു പാലം നിർമ്മിച്ചു തരാൻ കഴിയുകയും ചെയ്യുന്ന രൂപത്തിലുള്ള കോൺട്രാക്ടറാണെന്നാണ് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ വർക്കിന് വരുമ്പോൾ നമുക്ക് എല്ലാം ഇടപെട്ട് നമ്മുടെ ഈ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. ആ നിലയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വർക്ക് പൂർണ്ണതയിലെത്തിച്ച് നമ്മുടെ ചിരകാല അഭിലാഷം സാക്ഷാത്കരിക്കുക എന്നതാണ് ഇന്നത്തെ മീറ്റിംഗിൽ വന്നവരോടെല്ലാം എടുത്തു പറയാനുള്ള കാര്യം. ഇത് വരുന്നതോടുകൂടി ഈ രണ്ട് പഞ്ചായത്തുകൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, ഭാവിയിൽ വരാവുന്ന ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ നീണ്ടൂരുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറെന്ന് വരുന്ന വാഹനങ്ങളും അതുപോലെ യാത്രക്കാരുമൊക്കെ ഇതുവഴി വന്ന് കാരിത്താസ് സമർപ്പിച്ച് കടന്ന് MC റോഡിൽ കിടക്കാനുള്ളൊരു സൗകര്യം കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് പരമപ്രധാനമാണ്. അപ്പോൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിവിധ, അതുപോലെ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വരുന്നു. ഇങ്ങനെ വിവിധ തലങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന പുതിയ സാഹചര്യങ്ങൾ സാധ്യമാകുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച മാതിരി മുമ്പ് നമുക്ക് അതിരപ്പുഴ ചന്തക്കടവിൽ ബോട്ട് വരുമായിരുന്നു, വള്ളം വരുമായിരുന്നു. ഭാവിയിൽ നമുക്ക് ഈ പാലം വരുന്നതോടുകൂടി ഈ പെണ്ണാർത്തോട് നമുക്ക് ഡീപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ചെറിയ പ്രശ്നങ്ങൾ കൂടി പരിഹരിച്ചാൽ ബോട്ട് കയറി വരാനുള്ള സൗകര്യവും വള്ളം കയറി വരാനുള്ള സൗകര്യവും അതിരപ്പുഴയുടെ പാതയെ പ്രതാപം വീണ്ടെടുക്കാനുള്ള സൗകര്യത്തിലേക്കും എത്തിച്ചേരാൻ ഈ പാലം ഒരു സഹായകരമായി മാറും എന്നുള്ള കാര്യം കൂടിയുണ്ട്. യോഗത്തിൽ അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KN വേണുഗോപാൽ, ഏരിയ സെക്രട്ടറി ബാബു ജോർജ്, CPI മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ബോസ്, NSS മാന്നാനം കരയോഗം പ്രസിഡന്റ് ജയപ്രകാശ് K നായർ, SNDP മാന്നാനം ശാഖാ സെക്രട്ടറി K സജീവ് കുമാർ, ഫാദർ സാബു മാലിത്തുരുത്തൽ, ഫാദർ ആന്റണി, ഫാദർ ജെയിംസ് മുല്ലശ്ശേരി, അതിരമ്പുഴ സഹകരണ ബാങ്ക് പ്രസിഡന്റ് PV മൈക്കിൾ, നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രദീപ്, ബൈജു മാതിരമ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു. VK പ്രദീപ് ചെയർമാൻ, PK ജയപ്രകാശ് കൺവീനർ എന്നിവർ ഭാരവാഹികളായുള്ള പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചു.